സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ മഹല്ലുകൾക്ക് ചെയ്യാവുന്നത്. ലേഖനം പ്രബോധനം വാരിക. രചന ഷേഖ് മുഹമ്മദ് കാരക്കുന്ന്. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള കൊല്ലങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് തന്നിലും തന്റെ കൂട്ടുകാരനിലും വരുത്തിവെച്ച ദുരന്തം മാതൃഭൂമി ആഴ്ചപ്പതിപ്പുമായി നടത്തിയ അഭിമുഖത്തിൽ പങ്കുവച്ചത് ഇങ്ങനെ: ഈ സംഭവം നടക്കുന്നത് എന്റെ 38ാമത്തെ വയസ്സിലാണ്. അന്ന് എനിക്കൊരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്നേക്കാൾ 10 വയസ്സ് കുറഞ്ഞ ചെറുപ്പക്കാരൻ. പെത്തഡിൻ വാങ്ങിവെക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഡോക്ടർമാർക്ക്. രോഗികൾക്ക് കൊടുക്കാനല്ല ഞങ്ങൾ വാങ്ങുന്നത് എന്ന് മാത്രം. 24 മണിക്കൂർ നേരം ഒരാളെ മയക്കി കിടത്താൻ വേണ്ട അളവിന്റെ 2 ഇരട്ടിയാണ് ഞാൻ കുത്തിവെച്ചത്. അതിന്റെ ചൂടിലാണ് കൈമുറിച്ചതും ചാവാൻ ശ്രമിച്ചതും. ഡ്രഗ് ഉപയോഗത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? സങ്കടകരമായ ഒരു കഥയാണത്. 4 പെത്തഡിനുമെടുത്ത് വീട്ടിലേക്ക് പോയ ഡോക്ടർ സുഹൃത്ത് ഫറോക്കിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ മരിക്കുകയായിരുന്നു. എതിരെ വരുന്ന ബസ്സിനു നേരെ നിയന്ത്രണം വിട്ട് കുതിക്കുകയായിരുന്നു. സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ച ഡോക്ടറുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഞാനാണ് ആദ്യമെത്തുന്നത്, പരിചയക്കാരനായിട്ട്. ഫറോക്കിൽ നിന്ന് ഡോക്ടർ MM കോയ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. റോഡ് സൈഡിൽ കിടത്തിയിരുന്ന ആ മൃതദേഹമാണ് പെത്തഡിന്റെ ഭവിഷ്യത്ത് എനിക്ക് മനസ്സിലാക്കി തന്നത്. അന്ന് മുതൽ ഞാൻ പെത്തഡിൻ ഉപയോഗിച്ചിട്ടില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2008 സെപ്റ്റംബർ 7. 3 തരം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക വിഭ്രാന്തി പരിസരത്തോടുള്ള സമീപനത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ധരിച്ച ഒരു പഴയ ഫലിത കഥയിത. ഒരു പട്ടാള പരിശീലന ക്യാമ്പ്. 3 കട്ടിലുകളുള്ള ഒരു മുറി. താക്കോൽ ഒന്നേയുള്ളൂ. 3 ചെറുപ്പക്കാർ ഒരുമിച്ചിറങ്ങി. 3 പേരും കൃത്യം 9:30 മണിക്ക് വാതിൽക്കൽ കണ്ടുമുട്ടാമെന്ന വ്യവസ്ഥയോടെ. അവർ പോയത് 3 വഴിക്കായിരുന്നു. ഒരാൾ കുടിച്ച് ഫിറ്റായി, രണ്ടാമത്തെയാൾ കറുപ്പടിച്ചു, മൂന്നാമത്തവൻ കഞ്ചാവും. 9:30 മണിക്ക് തന്നെ 3 പേരും തിരിച്ചെത്തി. പക്ഷേ താക്കോൽ സൂക്ഷിച്ചിരുന്നയാളുടെ പക്കൽ നിന്നും അത് നഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെ അകത്ത് കടക്കും? മദ്യപാനി പറഞ്ഞു, സാരമില്ല, നമുക്ക് വാതിൽ ചവിട്ടിപ്പൊളിക്കാം. കറുപ്പു തീറ്റക്കാരൻ സമ്മതിച്ചില്ല. ഛേ, എന്തിനീ പൊല്ലാപ്പിനൊക്കെ പോകുന്നു? ഈ ഇറയത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങാം. ഈ സമയത്തെല്ലാം താക്കോൽ പഴുതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന കഞ്ചാവടിക്കാരൻ പറഞ്ഞു, പേടിക്കേണ്ട, അതിനൊക്കെ നല്ല ഒരു വഴിയുണ്ട്. നമുക്ക് ഈ താക്കോൽ പഴുതിലൂടെ നുകന്ന് അകത്ത് കിടന്നാൽ പോരെ. കേരളീയ സമൂഹം ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശദീകരണമോ സ്ഥിതിവിവരക്കണക്കോ ആവശ്യമില്ലാത്ത വിധം ഏവർക്കും നന്നായി അറിയാവുന്ന അനിഷേധ്യ വസ്തുതയാണിത്. യുവതീ യുവാക്കളും വിദ്യാർത്ഥിനികളും വരെ ലഹരിയുടെ പിടിയിൽ നിന്ന് മുക്തരല്ല. മദ്യത്തേക്കാൾ മയക്കുമരുന്നുകളാണ് പുതിയ തലമുറയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തേക്കാൾ എത്രയോ അപകടകാരിയാണ് മയക്കുമരുന്നുകൾ. കഞ്ചാവും ബ്രൗൺ ഷുഗറും കറുപ്പുമാണ് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്നുകൾ. നമ്മുടെ സംസ്ഥാനത്തും കഞ്ചാവ് കൃഷി വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പുറത്തുനിന്ന് പലതരം മയക്കുമരുന്നുകൾ ധാരാളമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നുമുണ്ട്. ഒരൊറ്റ തവണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോടെ പലരും അതിനടിപ്പെടുന്നു. പണക്കൊതിയരായ സാമൂഹിക ദ്രോഹികൾ ഐസ്ക്രീമിലും ഫാസ്റ്റ് ഫുഡിലും കൂൾ ഡ്രിങ്ക്സിലും ഫ്രൂട്ടികളിലും മറ്റും മയക്കുമരുന്ന് കലർത്തി വരും തലമുറയെ അതിന്റെ അടിമകളാക്കുന്നു. കുത്തിവെപ്പിലൂടെയും ലഹരി കലർന്ന സ്റ്റാമ്പ് ശരീരത്തിലൊട്ടിച്ചുമാണ് വിദ്യാർത്ഥിനികളിൽ പലരും ലഹരിക്കടിപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം ചെറുപ്രായത്തിൽ തന്നെ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ നിരവധിയാണ്. അതിന്റെ കണക്കെടുത്താൽ കേരളം ഞെട്ടിവിറക്കും. സർവനാശിനി. നമ്മുടെ നാട് ഇന്നനുഭവിക്കുന്ന പല വിപത്തുകൾക്കും കാരണം മദ്യവും മയക്കുമരുന്നുകളുമാണ്. ലഹരി ഒന്നാമതായി ബാധിക്കുക അത് ഉപയോഗിക്കുന്നവരെ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് അറബിയിൽ ഒരു ചൊല്ലുണ്ട്, യുർസലു ഇലൽ ബത്നി
യദ്ഹബു ഇലർ റഅ്സി, അയക്കുക വയറ്റിലേക്കാണ്, പോവുക തലയിലേക്കാണ്. മയക്കം, മരവിപ്പ്, ഉത്തേജനം, ഉന്മാദം ഇതെല്ലാം മയക്കുമരുന്ന് കാരണമായിത്തീരുന്നു. ശരീരത്തെയും മനസ്സിനെയും എന്ന പോലെ തലച്ചോറിലെ പ്രധാന ഭാഗമായ സെറിബ്രത്തെയും നാഡീവ്യൂഹത്തെയും അത് ബാധിക്കുന്നു. കരളിനെയും കിഡ്നിയെയും ഹൃദയത്തെയും അത് തകരാറിലാക്കുന്നു. മസ്തിഷ്ക രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ചിലരെങ്കിലും ഗുരുതരമായ മനോരോഗങ്ങൾക്കിരയാകുന്നു. ലഹരി കാരണം മരിച്ചവരുടെ കണക്കെടുപ്പ് നടത്തിയാൽ ആരും അമ്പരന്നു പോകും. ലഹരി സാധാരണക്കാരുടെ മാത്രമല്ല, നിരവധി പ്രഗത്ഭരായ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ജീവൻ കവർന്നെടുത്തിട്ടുണ്ട്. മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടവർ അത് കിട്ടാതെ വന്നാൽ അസ്വസ്ഥരും വികാരാധീനരുമാകുന്നു. മനസ്സിന്റെ സമനില തെറ്റുന്നു. ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. മയക്കുമരുന്ന് കിട്ടാൻ എന്ത് സാഹസത്തിനും മുതിരുന്നു. കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കവർച്ചകൾ, സ്ത്രീപീഡനങ്ങൾ, കുടുംബ കലഹങ്ങൾ, വിവാഹമോചനങ്ങൾ, വാഹനാപകടങ്ങൾ, ആത്മഹത്യകൾ, മറ്റു കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയുടെ പിന്നിലെ പ്രധാന പ്രതി ലഹരി പദാർത്ഥങ്ങളാണ്. പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വാസ്ഥ്യമാണ് അത് കെടുത്തിക്കളയുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും മാതാപിതാക്കളും അത് കാരണമായി കണ്ണീര് കുടിച്ചു കഴിയേണ്ടി വരുന്നു. എത്രയെത്ര കുടുംബങ്ങളെയാണ് ലഹരി കൊടും പട്ടിണിയിലേക്കും കടക്കണിയിലേക്കും തള്ളിവിട്ടത്. മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണെന്നും മ്ലേച്ഛവൃത്തികളുടെ മാതാവാണെന്നുമുള്ള പ്രവാചക വചനങ്ങളുടെ ആശയം ആവിഷ്കരിക്കുന്ന ഒരു ഗ്രീക്ക് പുരാണ കഥയുണ്ട്. വീഞ്ഞിന്റെ ദേവനായ ഡയോനിസിന്റെ ഭക്തനായിരുന്നു അഥീനിക്കാരനായ ഇക്കാറിയോസ്. പെന്റിക്കുലസ് മലയുടെ താഴ്വരയിലെ മുന്തിരിത്തോപ്പിലാണ് മകൾ എറിഗോണും മെയ്റ എന്ന വളർത്തുനായയും അദ്ദേഹവും ഒരുമിച്ച് താമസിച്ചിരുന്നത്. തന്റെ ഭക്തനിൽ സംപ്രീതനായ ഡയോനിസ് ഒരിക്കൽ ഇക്കോറിയോസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വീഞ്ഞുണ്ടാക്കുന്ന കല പഠിപ്പിച്ചു കൊടുത്തു. പരീക്ഷണാർത്ഥം മുന്തിരിച്ചാറുണ്ടാക്കി അത് വീഞ്ഞാക്കി ഭരണിയിൽ സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം ഇക്കാറിയോസ് മകളെ അറിയിക്കാതെ തന്റെ കൂട്ടുകാരനായ കർഷകരോടൊന്നിച്ച് ഭരണിക്കരികിലെത്തി. സ്വർണ്ണ നിറമുള്ള വീഞ്ഞ് അവരിൽ കൗതുകമുണർത്തി. ലഹരിക്കടിപ്പെട്ട അവർ പാട്ടുപാടാനും നൃത്തം ചെയ്യാനും തുടങ്ങി. അവസാനം കൂട്ടുകാർ ഇക്കാറിയോസ് തങ്ങൾക്ക് വിഷം തന്നുവെന്ന് പറഞ്ഞ് അയാളെ അടിച്ചും കല്ലെറിഞ്ഞും കൊന്നു. പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി മൃതദേഹം ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിട്ടു. ഇതിനിടെ അച്ഛനെ കാണാതായതിനാൽ അന്വേഷിച്ച് എറിഗോൺ വളർത്തുനായിയായ മെയ്റയോടൊന്നിച്ച് പുറപ്പെട്ടു. മരച്ചുവട്ടിലെത്തിയ അവർ അച്ഛന്റെ മൃതശരീരം കുഴിച്ചിട്ടത് കണ്ടെത്തി. സങ്കടം സഹിക്കാനാവാതെ എറിഗോൺ ആ മരത്തിൽ തന്നെ തൂങ്ങി മരിച്ചു. നായ കിണറ്റിൽ ചാടി ചാവുകയും ചെയ്തു. തന്റെ ഭക്തനും കുടുംബത്തിനുമുണ്ടായ ദുരന്തത്തിൽ ദുഃഖിതനും കോപാകുലനുമായ ഡയോനിസ് അഥീനിയയിൽ മാരകമായ പകർച്ചവ്യാധികൾ വ്യാപിപ്പിച്ചു. വരൾച്ച ഉണ്ടാക്കി. അഥീനിയൻ കന്യകമാരെ ഭ്രാന്തിളക്കി. അങ്ങനെ അവരൊക്കെയും എറിഗോണിനെ പോലെ തൂങ്ങി മരിച്ചു. ഇതൊരു പുരാണ കഥയാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമൂല നാശത്തെ സംബന്ധിച്ച മനോഹരമായ ആവിഷ്കാരമാണ്. ലഹരി വരുന്ന വഴികൾ. കുടിയന്മാരുമായുള്ള കൂട്ടുകെട്ടിലൂടെയാണ് പലരും ലഹരിക്ക് അടിപ്പെടാറുള്ളത്. ഉറ്റ സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ച് ഒരിക്കൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ അതോടെ അതിനോടുള്ള അറപ്പും വെറുപ്പും ഇല്ലാതാകുന്നു. മയക്കുമരുന്നുകളാണെങ്കിൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അതിനടിപ്പെട്ടു പോകും. പരീക്ഷ പാസ്സാവുകയോ ആദ്യ ശമ്പളം കൈപ്പറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലരെങ്കിലും അതാഘോഷിക്കാറുള്ളത് അതിന് സഹായിച്ച വിശേഷ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും മരവിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ്. വിനോദയാത്രകളിലും വിദ്യാലയങ്ങളിലെ കലോത്സവ വേളകളിലുമാണ് പലരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാറുള്ളത്. കല്യാണ വീടുകളിൽ വിവാഹത്തലേന്ന് ഒത്തുകൂടുന്ന ചെറുപ്പക്കാർ മദ്യോത്സവം നടത്തുന്നത് പലയിടത്തുമിന്ന് പതിവാണ്. വിവാഹ പാർട്ടികൾ ചിലപ്പോഴെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന് വഴിയൊരുക്കാറുണ്ട്.
പരീക്ഷയിലെ പരാജയം, സാമ്പത്തിക നഷ്ടം, കുടുംബ വഴക്ക്, വേണ്ടപ്പെട്ടവരുടെ മരണം, മാറാരോഗം, അഭിമാനക്ഷതം, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ അസ്വസ്ഥരാകുന്നവർ ലഹരി പദാർത്ഥങ്ങളിൽ അഭയം തേടാറുണ്ട്. ലഹരി ദുഃഖശമനിയാണെന്ന തെറ്റിദ്ധാരണയാണിതിന് കാരണം. മസ്തിഷ്കം മരവിക്കുന്നതിനാൽ എല്ലാം മറന്ന് താൽക്കാലികാശ്വാസം ലഭിക്കുമെങ്കിലും ഓർമ്മ തിരിച്ചെത്തുന്നതോടെ വിഷാദം പൂർവാധികം ശക്തിയോടെ മടങ്ങിവരുന്നു. കൂടെ മയക്കുമരുന്ന് ഒരുക്കുന്ന മറ്റ് ദുരന്തങ്ങളും. ഓണവും ക്രിസ്മസും നവവത്സര ദിനവും ജന്മദിനവുമൊക്കെ ലഹരി പടരുന്ന അവസരങ്ങളായി മാറിയിട്ടുണ്ട്. ക്ലാസ്മേറ്റ് സംഗമങ്ങൾ, തൊഴിലാളി യൂണിയൻ മീറ്റിംഗുകൾ, ഉദ്യോഗസ്ഥ കൂട്ടായ്മകൾ തുടങ്ങി ഏതാനും ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം കുടിയന്മാരുടെ കോർണറുകൾ രൂപപ്പെടുന്നു. വിദ്യാർത്ഥിനികളും യുവതിയുവാക്കളുമെല്ലാം അതിൽ പങ്കാളികളാകുന്നു. ഇങ്ങനെ വിവിധ വഴികളിലൂടെ മദ്യവും മയക്കുമരുന്നുകളും സമൂഹ ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. എങ്ങനെ പ്രതിരോധിക്കാം? കഴിഞ്ഞ 14 നൂറ്റാണ്ടിലേറെ കാലമായി യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആരും ഒരിക്കൽ പോലും മദ്യം രുചിച്ചു നോക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും 100 കോടിയിലേറെ വിശ്വാസികൾ ലഹരിയുണ്ടാക്കുന്ന ഒന്നും ഉപയോഗിക്കാറില്ല. ലോകാവസാനം വരെ ഒരു വിശ്വാസിയും അത് ഉപയോഗിക്കുകയുമില്ല. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് സമൂഹത്തെ പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിയുക ഇസ്ലാമിക വിശ്വാസ ദർശനത്തിന് മാത്രമാണ്. ഭരണകൂടത്തിന്റെ അഭാവത്തിൽ സാധ്യതയുടെ പരമാവധി ഇസ്ലാമിക ജീവിതക്രമം പ്രയോഗത്തിൽ വരുത്താൻ സമുദായം ആവിഷ്കരിച്ച വ്യവസ്ഥാപിതമായ സംരംഭമാണ് മഹല്ല് സംവിധാനം. അതിലെ അംഗങ്ങളെല്ലാം പ്രദേശത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മഹല്ല് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ നിന്ന് മുഴുവൻ അംഗങ്ങളെയും മോചിപ്പിക്കാൻ ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിന് സഹായകമായ ചില കർമ്മ പരിപാടികളാണ് താഴെ. 1. മദ്യവും മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നത് പരലോക ശിക്ഷയ്ക്ക് കാരണമായിത്തീരുന്ന കൊടിയ കുറ്റമാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. മദ്രസ പഠനത്തിൽ അതിന് അർഹമായ പ്രാധാന്യം നൽകുക. അത് അത്യന്തം മ്ലേച്ഛമാണെന്ന ബോധം ഓരോ കുട്ടിയിലും വളർത്തിയെടുക്കുക. 2. മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് മാത്രമല്ല, കൈമാറ്റം ചെയ്യുന്നതും കച്ചവടം നടത്തുന്നതും ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട എല്ലാം നിഷിദ്ധമാണെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടണം. 3. മദ്യവും മയക്കുമരുന്നുകളും സൃഷ്ടിക്കുന്ന ആരോഗ്യ, മാനസിക, കുടുംബ, സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക വിപത്തുകളെപ്പറ്റി വിശദമായി പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ മദ്രസ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുക. 4. ലഹരി പദാർത്ഥങ്ങളുടെ വിപത്തുകളെ സംബന്ധിച്ച് മഹല്ലിലെ എല്ലാ അംഗങ്ങളെയും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിലൂടെ ബോധവൽക്കരിക്കുക. 5. ലഹരി സമൂഹത്തിലേക്ക് കടന്നുവരുന്ന വ്യത്യസ്ത വഴികളെക്കുറിച്ച് കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക. 6. ലഹരി പദാർത്ഥങ്ങൾക്കെതിരായ പ്രചാരണങ്ങളിൽ വിദ്യാർത്ഥിനികളെയും യുവതിയുവാക്കളെയും പങ്കാളികളാക്കുക. 7. ലഹരി ഉപയോഗിക്കുന്നവരുമായി കൂട്ടുകൂടാൻ മക്കളെ അനുവദിക്കാതിരിക്കുക. അതിനാവശ്യമായ ബോധം രക്ഷിതാക്കളിൽ ഉണ്ടാക്കുക. 8. മദ്യപാന സാധ്യതയുള്ള വിനോദയാത്രകളിൽ നിന്നും കലാപരിപാടികളിൽ നിന്നും ഉത്സവങ്ങളിൽ നിന്നും കുട്ടികളെ മാറ്റി നിർത്താൻ ആവശ്യമായ നയനിലപാടുകൾ സ്വീകരിക്കുക. 9. വിവാഹത്തോടനുബന്ധിച്ച് മഹല്ലിലെ ഒരു വീട്ടിലും മദ്യം ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. 10. മദ്യം വിളമ്പുന്ന വിവാഹവേളകളിലും സദ്യകളിലും മഹല്ല് നിവാസികൾ ആരും പങ്കെടുക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുക. 11. ലഹരിക്കടിപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിക്കുന്ന ലേഖനങ്ങളും കഥകളും കവിതകളും നോവലുകളും മഹല്ലിൽ ധാരാളമായി പ്രചരിപ്പിക്കുക. അത്തരം വീഡിയോകൾ മഹല്ലിലെ എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാക്കുക.
12. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കോ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ വഴങ്ങി ഒരിക്കൽ കുടിച്ചതിന്റെ പേരിൽ ആരെയും മദ്യപാനിയായി മുദ്രകുത്തി മാറ്റി നിർത്താതിരിക്കുക. അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. 13. മഹല്ലിലെ ആരെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതായി വിവരം ലഭിച്ചാൽ മഹല്ല് ഭാരവാഹികളും ഖാളി ഖതീബുമാരും അവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ അവർ അകപ്പെട്ട തിന്മകളെയും അതിന്റെ വിപത്തുകളെയും സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുക. 14. ഇസ്ലാമിക ജീവിതം നയിക്കുന്ന വിശുദ്ധരും നല്ലവരുമായ വ്യക്തികൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അവരെ അകറ്റി നിർത്താതിരിക്കുക. കുറ്റവാളികളെ ആക്ഷേപിക്കാനും അപഹസിക്കാനും കൂക്കി വിളിക്കാനും കല്ലെറിയാനും ആർക്കും സാധിക്കും. എന്നാൽ അവരെ കൂടെ നിർത്തി സംസ്കരിച്ചെടുക്കുന്നവരായിരിക്കണം മഹല്ലിന് നേതൃത്വം നൽകുന്നവർ. 15. ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റിയെടുക്കാൻ മറ്റാരെക്കാളും കഴിയുക ജീവിത പങ്കാളികൾക്കും മക്കൾക്കുമാണ്. ആക്ഷേപിച്ചോ കുറ്റപ്പെടുത്തിയോ അത് സാധ്യമല്ല. സ്നേഹിച്ചും അടുത്തുനിന്നും മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിനാവശ്യമായ പരിശീലനം സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകാൻ കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തുക. 16. ലഹരി ഉപയോഗിക്കുന്നവരെ ഉൾപ്പെടുത്തി മഹല്ലിന്റെ നേതൃത്വത്തിൽ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പഠനയാത്രകൾ സംഘടിപ്പിക്കുക. ബോധവൽക്കരണത്തിന് പ്രാപ്തിയുള്ള വ്യക്തികൾ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം യാത്രാ സംഘം. 17. എല്ലാ വർഷവും മഹല്ലിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ കൗൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുക. ലഹരിയുടെ വിപത്തുകൾ വിശകലനം ചെയ്യുന്നത് കൂടിയായിരിക്കണം കൗൺസിലിംഗ് ക്ലാസുകൾ. 18. മഹല്ലിൽ മയക്കുമരുന്ന് വിതരണക്കാരും വിൽപ്പനക്കാരും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വിവരം കിട്ടിയാൽ അവരെ നേരിൽ കണ്ട് പിന്തിരിപ്പിക്കാൻ നിരന്തര ശ്രമം നടത്തണം. എത്രയെത്ര വ്യക്തികളും കുടുംബങ്ങളുമാണ് അവർ കാരണം നശിക്കുന്നതെന്നും അതിന്റെയെല്ലാം പാപഭാരം അവർ പേറേണ്ടി വരുമെന്നും ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ മഹല്ല് നിവാസികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചാൽ മഹല്ല് പൂർണ്ണമായും ലഹരിമുക്തമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്തരം ശ്രമങ്ങൾ എടുത്തു പറയാവുന്ന നേട്ടം ഉണ്ടാക്കാതിരിക്കില്ല. നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001195266338787.